നമസ്കാരം. വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ദേശീയ ദുരന്തം. അപ്പൊ അതിന് അന്ന് മുതൽ, ആ സമയം മുതൽ സാറ്റലൈറ്റ് ചാനലുകളിൽ ഞാൻ വരുമായിരുന്നു, ഓൺലൈൻ ചാനലുകളിലും വരുമായിരുന്നു. അന്ന് മുതലേ പറയുന്നതാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ 2005 ആക്ടിലോ 2009 പോളിസിയിലോ ഒന്നുമില്ല, അങ്ങോട്ട് പ്രൊവിഷൻ ഇല്ല. പക്ഷെ നമ്മൾ കുറഞ്ഞ് ബഹളം ഉണ്ടാക്കുമായിരുന്നു. എല്ലാവരും ഡിമാൻഡ് ചെയ്യും, ഇത് അറിഞ്ഞിട്ടും ഡിമാൻഡ് ചെയ്യും. മുഖ്യമന്ത്രി പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു, എല്ലാവരും പറയാണ് നാഷണൽ ദുരന്തമായി പ്രഖ്യാപിക്കണം. അങ്ങനത്തെ പ്രൊവിഷൻ ഇല്ല, ആക്ടിൽ പ്രൊവിഷൻ ഇല്ല. 2005 ഈ ആക്ട് വന്നത്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് 2005 അങ്ങനത്തെ പ്രൊവിഷൻ ഇല്ല. അപ്പൊ ഇന്നലെയോടുകൂടി പത്രങ്ങളും മാധ്യമങ്ങളും പിന്നെ ഗവൺമെന്റും ഒക്കെ പറഞ്ഞു തുടങ്ങി ദേശീയ ദുരന്ത പ്രഖ്യാപനത്തിന് ഇനി ആവശ്യപ്പെടില്ല, കാര്യം അത് നടക്കൂല. പക്ഷെ എന്റെ വാദം എന്ന് പറയുന്നത് 2005 ആക്ടിൽ ഇല്ലെങ്കിലും ഇനിയിപ്പോ 2024 ആവുന്ന സ്ഥിതിക്ക് അടുത്ത വർഷം മാസം കഴിയുമ്പോൾ 25 ആവുന്ന സ്ഥിതിക്ക് 20 വർഷം കഴിഞ്ഞു ആ ആക്ട് ഉണ്ടായിട്ട്, തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ വീണ്ടും അതിനകത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും പരിഷ്കരിക്കണം. പക്ഷെ ഇപ്പൊ ഇല്ല. അപ്പോഴത് അടുത്ത ചേട്ടൻ കയറി വരുന്നു, ലെവൽ 3. ഈ ലെവൽ 3, ലെവൽ 1, ലെവൽ 2 ഒക്കെ വന്നത് എങ്ങനെയാ? അടുത്ത ഒരു സംഭവമാണ്. ഞങ്ങളെ ലെവൽ 3 ഉൾപ്പെടുത്തിയാൽ പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. എന്താണ് ലെവൽ 3? 0 ലെവൽ എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തം ഉണ്ടായി, വലിയ നാശനഷ്ടമൊന്നുമില്ല. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ജില്ലയുടെ റിസോഴ്സുകൾ വെച്ച്, അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വെച്ച് ജില്ലയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നത്, റെസ്ക്യൂവും റിക്കവറിയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, റീഹാബിലിറ്റേഷൻ, അത് ലെവൽ 1. സ്റ്റേറ്റിന്റെ റിസോഴ്സും സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളും ടെക്നിക്കൽ എക്സ്പെർട്ടൈസും വെച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരു ദുരന്തമായി പോയാൽ അത് ലെവൽ 2. ഇത് രണ്ടും നിന്നില്ല, സ്റ്റേറ്റിനും അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് വന്നു പോയാൽ ലെവൽ 3. ലെവൽ 3 ആയിട്ട് പ്രഖ്യാപനിക്കാൻ കഴിയില്ല, അങ്ങനെ പ്രഖ്യാപനം ഇല്ല, ഒരു കൺസിഡറേഷൻ ആണ്. അത് ഞാൻ പറയാം. കോടതിയിൽ വരെ നോട്ട് കൊടുത്തിരിക്കുകയാണ് ലെവൽ 3 ആയി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട്. 2001 ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. 2001 അന്ന് ആക്ട് വന്നില്ല, 2005 ആക്ട് വന്നു. ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശത്തിനകത്ത് കിടപ്പുണ്ട് ഇങ്ങനെ ലെവൽ 1, 2, 3 എന്നൊക്കെ, 0 ലെവൽ എന്നൊക്കെ. അത് കഴിഞ്ഞ് ആക്ട് വന്നു, ആക്ടിലൊന്നും പറയുന്നില്ല. 2009 പോളിസി വന്നു, അതിനകത്തും അത് സീരിയസ് ആയിട്ട് പറയുന്നില്ല. അതിനകത്ത് പറയുന്നു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, MHA, SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് അനുസരിച്ച് ലെവലുകൾ തീരുമാനിക്കുന്നതാണ്. അവിടെയൊന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസുമായി ഇതിനെ ക്ലബ് ചെയ്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. നമുക്ക് കലാമിറ്റി റിഡക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് പറയുന്നു, അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് നാഷണൽ ഡിസാസ്റ്റർ റിഡക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് NDRF എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റിയത്. അപ്പൊ NDRF ഉണ്ട്, SDRF ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിഡക്ഷൻ ഫണ്ട്, SDRF ഉണ്ട്. എല്ലാ സ്റ്റേറ്റിനും എല്ലാ വർഷം 360-350 കോടി രൂപ മറ്റേ എല്ലാ വർഷം നമ്മളെ സ്റ്റേറ്റിന് കിട്ടും. അതിൽ ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന് തോന്നും പോലെ കൊടുക്കുന്നതല്ല, പഴയ ഒരു ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ഇൻഡെക്സ് ഒക്കെ മാറ്റേണ്ട സമയമായി, അത് വേറെ കാര്യം. യാർഡ് സ്റ്റിക്ക് ഒക്കെ മാറ്റേണ്ട സമയമായി. പിന്നെ നമ്മളെല്ലാം എഴുതി പിടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും പറയുന്ന കാര്യം ലെവൽ 3 ആയി പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപന സ്കോപ്പില്ല. സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക, അങ്ങനെ സ്പെഷ്യൽ പാക്കേജ് എന്നായിട്ട് ഒരു സ്കോപ്പില്ല. പറയും ചിലപ്പം കൂടുതൽ പൈസ വന്നിട്ട് ഞങ്ങൾ സ്പെഷ്യൽ പാക്കേജാണ്. റൂൾസിലും ആക്ടിലും അങ്ങനെ പ്രൊവിഷൻ ഒന്നുമില്ല. ഇനിയാണ് ഒരു തമാശ പറയാം, ലെവൽ 3 ആയിട്ട് പ്രഖ്യാപിച്ചാൽ വിദേശ ഫണ്ട് വാങ്ങാമെന്ന്. എങ്ങനെയാ? വിദേശ ഫണ്ട് വാങ്ങണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയും നയങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഫോറിൻ റെഗുലേഷൻ ഫണ്ടിന്റെ ആക്റ്റും ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. വിദേശ ഏജൻസിയിൽ നിന്ന് പൈസ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് വരാൻ പറ്റില്ല പരസ്യമായിട്ട്. അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നമ്മൾ ഫ്ലഡ് വന്നപ്പോൾ ശ്രമിച്ചല്ലോ വിദേശത്ത് പോയി പൈസ വാങ്ങാൻ, സമ്മതിച്ചില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ്. എല്ലാ മന്ത്രിമാരും ഓരോ രാജ്യത്ത് പോകുമെന്ന് പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്തല്ലോ. മുഖ്യമന്ത്രി ആരെങ്കിലും വിടാൻ സമ്മതിച്ചോ കേന്ദ്ര ഗവൺമെന്റ്? രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല, നമ്മുടെ ഫെഡറൽ വ്യവസ്ഥ അനുവദിക്കുന്നില്ല. മറ്റു രാജ്യത്ത് പോയി കേന്ദ്ര സർക്കാർ, ഏത് കേന്ദ്ര സർക്കാർ എന്നുള്ളത് BJP ആണോ UP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ അതല്ല, അവിടെ ഇരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്റ്റേറ്റിൽ നിന്ന് പോയി ഭയക്കാൻ വകുപ്പില്ല. വേണമെങ്കിൽ ഉണ്ടാക്കണം, അത് വേറെ കാര്യം. അത് നിങ്ങൾ ചർച്ച ചെയ്ത് പൊളിറ്റീഷ്യന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചുള്ളൂ. ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്, എൻ്റെ ബിസിനസ് അല്ല അത് കേട്ടോ. പക്ഷെ ഇപ്പൊ പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങാനും പറ്റില്ല. ലെവൽ 3 ആയിട്ടൊരു പ്രഖ്യാപനവും ഇല്ല. പിന്നെന്താണ് ഉള്ളത്? ദുരന്തമുണ്ടായി, നമ്മൾ മെമ്മോറാണ്ടം ഒരെണ്ണം കൊടുത്തു. ഇനി എന്താ 2200 കോടി രൂപയുടെ ഒരു പാക്കേജ് പോലൊരു സാധനം തയ്യാറാക്കുന്നു. നമ്മളിട്ട പേരാണ് പാക്കേജ് എന്ന്. പാക്കറ്റ് കൊടുത്ത് അയക്കണോണ്ടായിരിക്കും.
അതെല്ലാം കൂടെ ചെല്ലുമ്പോൾ അവരൊരു കമ്മിറ്റി വയ്ക്കും. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി നിയോഗിക്കുന്ന അനുസരിച്ച്, ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കായിരിക്കുമല്ലോ കൊണ്ട് കൊടുക്കുന്നത്, അത് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കൊടുക്കും. ക്യാബിനറ്റ് സെക്രട്ടറി അതിനെ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? ഹോം സെക്രട്ടറിക്ക് കൊടുക്കും. ഹോം സെക്രട്ടറി ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി അത് പരിശോധിക്കും. അഗ്രികൾച്ചർ പിന്നെ സെക്രട്ടറി, ഹോം സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി ഒക്കെ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അവർ വിവിധ മിനിസ്ട്രികളിൽ നിന്ന്, ബന്ധപ്പെട്ട എല്ലാ മിനിസ്ട്രികളിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് ആളെ അയക്കും. നടന്ന സ്ഥലത്തേക്ക് ആളെ അയക്കും. അത് സ്റ്റേറ്റ് ആയാലും അവർ ഒരു റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിനെ വെച്ചിട്ട് ആ റിപ്പോർട്ട് നന്നായി പഠിച്ചതിന് ശേഷം ഫിനാൻസ് സെക്രട്ടറി കൺവീനർ ആയിട്ടുള്ള, ഫിനാൻസ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, അഗ്രികൾച്ചർ സെക്രട്ടറി, ഇവർ കൺവീനർ ആയിട്ടുള്ള, അതായത് ഫിനാൻസ് സെക്രട്ടറി കൺവീനർ ആയിട്ടുള്ള കമ്മിറ്റിക്ക് ശുപാർശ കൊടുക്കും. ആ ശുപാർശയിൽ പറയും അഡീഷണൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കാം. SDRF കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ പൈസയിൽ ഇത് നിൽക്കൂല, അതിനേക്കാൾ പണം അവർക്ക് കൊടുക്കണം. ഇത് ലെവൽ 3 ആയി കൺസിഡർ ചെയ്ത് ആക്ടിവിറ്റി നടന്ന ഒരു ഡിസാസ്റ്റർ ആണ്. ലെവൽ 3 ആയിട്ട് ആൾറെഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. അതുകൊണ്ടല്ലേ ലെവൽ 3 ആയതുകൊണ്ടല്ലേ ഇവിടെ സൈന്യം വന്നത്, വേലിപ്പാലം കെട്ടിയതും സൈന്യം വന്നതും NDRF വന്നത് ലെവൽ 3 ആയതുകൊണ്ടാണ്. അപ്പൊ ലെവൽ 3 ആയിട്ട് ആൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. അസിസ്റ്റൻസും കിട്ടി കഴിഞ്ഞു. ഏത്? റിസോഴ്സ് ഒഴിച്ച്, സാമ്പത്തിക ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഹ്യൂമൻ റിസോഴ്സും ടെക്നിക്കൽ റിസോഴ്സും പ്രൊഫഷണൽ റിസോഴ്സും എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ നമുക്ക്. ഇനി കിട്ടാത്തത് ഫിനാൻഷ്യൽ റിസോഴ്സാണ്. പക്ഷെ ഫിനാൻഷ്യൽ റിസോഴ്സിന് ഈ കടമ്പ കടക്കണം. ഏത് കടമ്പ? ഈ കമ്മിറ്റികളുടെ റിപ്പോർട്ട്. എന്നിട്ട് അഡീഷണൽ ഫിനാൻസ് അസിസ്റ്റൻസ് കിട്ടും. ഇനിയാണ് ഒരു കളിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അഡീഷണൽ ഫിനാൻസ് അസിസ്റ്റൻസ് കൊടുക്കണം, ഇത്ര രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻസ് വന്ന് അത് അവസാനം ക്യാബിനറ്റ് വരെ പോയി, അല്ലെങ്കിൽ NDRFിലൊക്കെ പോയി, അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് എല്ലായിടത്തും പോയി പേപ്പറായി ഓർഡറായി ഫിനാൻസിൽ ചെല്ലും. എവിടെ? സെൻട്രൽ മിനിസ്ട്രിയുടെ ഫിനാൻസ് മിനിസ്ട്രി. അപ്പോഴാണ് അവരെടുത്ത് വെച്ച് ചെറിയ കളയൽ തുടങ്ങും. എന്താണ് കളയൽ? അത് നമ്മളും അങ്ങനെ തന്നെ. സംസ്ഥാന ഒരു പഞ്ചായത്തിന് പൈസ കൊടുക്കണമെന്നും അങ്ങനെ തന്നെ, ഒരു ഡിപ്പാർട്ട്മെന്റിന് പൈസ കൊടുക്കണമെന്നും അങ്ങനെ തന്നെ, ഒരു സ്ഥാപനത്തിന് പൈസ കൊടുക്കണമെന്നും അങ്ങനെ തന്നെ. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഫിനാൻസിൽ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ എവിടെ? എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എവിടെ? യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എവിടെ? AG ഓഡിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എവിടെ? അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് നടത്തിയ സർട്ടിഫിക്കറ്റ് എവിടെ? അൺസ്പെൻഡ് ബാലൻസ് എത്ര? നിങ്ങൾ ഏതെങ്കിലും വക മാറ്റിയിട്ടുണ്ടോ? അവരുടെ ഒരു ചോദ്യം വരും. അടുത്തൊരു കുറി വരാൻ പോകണം. കുറി വരുന്നത്, നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഇത്ര ട്രെയിനിങ് നടത്തിയിരിക്കണം, നടത്തിയോ? മാൻഡേറ്ററി ആയിട്ട് ഇത്ര പ്രോഗ്രാം ചെയ്തിരിക്കണം, ചെയ്തോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആര്? ഫിനാൻസുകാർ. അതിന് ഉത്തരം കൊടുത്തല്ലാതെ 5 പൈസ അവിടെ റിലീസ് ആവാൻ പോണില്ല. നമ്മളായാലും റിലീസ് ചെയ്യില്ല, സ്റ്റേറ്റ് പഞ്ചായത്തിന് റിലീസ് ചെയ്യില്ല. ഞാൻ അവിടെ എന്ന് പറയുമ്പോൾ വേറെ തമ്പുരാന്മാരെന്നുള്ള അർത്ഥത്തിലല്ല. ഇത് ആ വ്യവസ്ഥയല്ല. പഞ്ചായത്തിൽ നിന്ന് വാർഡിന് കൊടുക്കണമെങ്കിൽ ഇത് തന്നെ കഥ. ഒരു ഓഫീസിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലെ ഒരിക്കൽ അഡ്വാൻസ് എടുത്തിട്ട് പിന്നെ അടുത്ത അഡ്വാൻസ് ചോദിക്കുമ്പോൾ ആദ്യത്തെ അഡ്വാൻസ് സെറ്റിൽ ചെയ്തോ, അതിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അടുത്ത അഡ്വാൻസ് കൊടുക്കൂല. വളരെ എളുപ്പമല്ലേ? അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി കേരള സർക്കാർ ചെയ്യേണ്ടത്, ഈ പാക്കേജ് എന്നും ദുരന്തം പ്രഖ്യാപിക്കണമെന്നും ലെവൽ 3 ആക്കണമെന്നൊക്കെ പറഞ്ഞ് റോഡിൽ കിടന്ന് അട്ടഹാസവും ബഹളവും പത്രസമ്മേളനവും നടത്താതെ നടത്തിക്കോ. അതൊക്കെ പൊളിറ്റിക്സ് അല്ലേ. അതിനപ്പുറം കൃത്യമായി കേന്ദ്ര ഗവൺമെന്റുമായി നല്ല ലൈസണിൽ പോവുകയും മിനിസ്റ്റർമാരുടെ ലെവലിലും സെക്രട്ടറിമാരുടെ ലെവലിലും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിലും ലൈസണിങ് നടത്തി ചോദിക്കുന്ന രേഖകളൊക്കെ കൃത്യമായി കണക്കുകൾ കൊടുത്ത് അഡീഷണൽ അസിസ്റ്റൻസ് വേണമെന്നുള്ള ഒരു കറ്റാസ്ട്രഫിയാണ്, അല്ലെങ്കിൽ അത്രയും പ്രമുഖമായ ഒരു ഡിസാസ്റ്റർ ആണ് ഉണ്ടായതെന്ന് ബോധ്യപ്പെടുത്തി, അത് നമ്മുടെ കൊടുക്കുന്ന റിപ്പോർട്ടും അവരുടെ പഠന റിപ്പോർട്ടും രണ്ടും കൂടി രേഖപ്പെടുത്തി വളരെ മനോഹരമായി ഒരു റിപ്പോർട്ടിൻ്റെ പുറത്ത് അഡീഷണൽ അസിസ്റ്റൻസ് മേടിക്കുമ്പോൾ അവരാവശ്യം പ്രൊസീജിയറിലാണ് കൊടുക്കുക. എനിക്ക് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് പറയാനുള്ളത്, മാഡം പ്ലീസ് ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. എൻ്റെ മാഡത്തിന് എങ്ങനെയെങ്കിലും എത്തും, അല്ലെ ഞാൻ എത്തിക്കാം. എന്തായാലും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കാരെ കൊണ്ടോ റവന്യൂ വകുപ്പിനെ കൊണ്ടോ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രപ്പോസൽസ് കൊടുത്ത് പൈസ വാങ്ങാൻ അറിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അത് സുനാമി ആവട്ടെ, ഫ്ലഡ് ആവട്ടെ, ഓഗി ആവട്ടെ, ലാൻഡ് സ്ലൈഡുകളാവട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകൾ വാങ്ങുന്നത് പോലുള്ള പണം വാങ്ങുവാനുള്ള സ്ട്രാറ്റജികളും നമുക്കറിയില്ല. അങ്ങനെ പ്രപ്പോസൽ തയ്യാറാക്കാൻ നമുക്കറിയില്ല. അത് നമ്മുടെ ഒരു പരിമിതിയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി അടക്കമുള്ള ആളിന് ഇതിനകത്ത് യാതൊരു പരിചയമുള്ള ആളല്ല. അദ്ദേഹം ഒരു വേറെ രൂപത്തിലൊക്കെ അവിടെ വന്നു, അവിടെ ഇരിക്കുന്നു, ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തു പോകുന്നു, അത് വേറെ കാര്യം. അത് ഈ വീഡിയോയുടെ പർവ്യൂവിൽ വരുന്ന കാര്യമല്ല, അതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല.
1073 പേര് ഉള്ള സ്ഥാപനമാണ്. 74 പേരിൽ 73 പേരും കോൺട്രാക്ട് എംപ്ലോയീസ് ആണ്. അവരെല്ലാം സാധാ ചെറുപ്പക്കാരികളാണ്. അവർക്ക് അങ്ങനെ വലിയ അനുഭവ പരിചയമൊന്നുമുള്ളവരല്ല. ഇത്തരം പ്രപ്പോസലുകളും തയ്യാറാക്കി പരിചയമുള്ളവരല്ല. അപ്പോൾ അത് ഒന്നുകിൽ ഔട്ട്സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ സെൻട്രൽ പ്രോജക്റ്റുകൾ എഴുതി പൈസ വാങ്ങുന്ന ആളുകളുണ്ട്. ഈ സിസ്റ്റത്തിൽ തന്നെ കാണും. റിട്ടയർ ആയവർ കാണും, സിസ്റ്റത്തിലുള്ളവർ കാണും. അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുക, മനോഹരമായ പ്രപ്പോസൽ തയ്യാറാക്കുക, കൊടുക്കേണ്ട രേഖകൾ കൊടുക്കുക. ഈ ദേശീയ ദുരന്തം എന്നുള്ളത് ഇപ്പോൾ തീർന്നു. ഇപ്പോൾ ദേശീയ ദുരന്തം വേണ്ട. അവർ ലെവൽ 3 ഒരു കാര്യമില്ല. വിദേശത്തു നിന്നും ഒരു പൈസയും വാങ്ങിക്കാൻ പറ്റുകയില്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പരമാവധി നമ്മൾ നല്ല റിപ്പോർട്ട് കൊടുത്ത് നല്ല പ്രഷറും കൊടുത്ത് രണ്ടും കൊടുക്കണം. നല്ല ലൈസനിങ് നടത്തി, എല്ലാം നല്ലതായിരിക്കണം. അവരെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ആരും നമ്മളെ കൊടുക്കത്തില്ലല്ലോ. നമ്മളെ വെല്ലുവിളിച്ച് നമ്മൾ ഫയൽ എടുത്ത് എഴുതി കൊടുക്കും. വാശി വരത്തല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ അവകാശമാണെങ്കിലും നമുക്ക് അവകാശമുണ്ട്. എന്തിന്? SDRF പൈസയ്ക്ക്. അഡീഷണൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു അവകാശമല്ല, അതൊരു ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു ഡയലോഗിലൂടെ, നെഗോഷിയേഷനിലൂടെയാണ് അതിന്റെ റേറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. കാരണം അത് അസസ് ചെയ്യുന്നതാണ്. ആ അസസ്മെന്റ് നന്നായിട്ട് നടക്കണം. അതൊരു കമ്മിറ്റി അസസ് ചെയ്യുന്നതാണ്. അപ്പൊ കമ്മിറ്റിക്ക് നന്നായി ബോധ്യപ്പെടണം. അപ്പൊ ആ രീതിയിൽ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു അസസ്മെന്റ് നടക്കട്ടെ. അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഇവിടെ നിന്ന് പോകണം, പ്രപ്പോസൽ പോകണം. ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും ഇത് സീരിയസ് ആയിട്ട്, റവന്യൂ സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങനെയുള്ള ആളുകളാണ്. ഇത് സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പണവും കിട്ടും. ഈ ലെവൽ 3 ആയിട്ട് പ്രഖ്യാപിക്കുക, അങ്ങനെ പ്രഖ്യാപനമൊന്നുമില്ല, അങ്ങനെ പ്രൊവിഷനേ ഇല്ല. പിന്നെ കൺസിഡറേഷനിൽ പറയാം, അവരിപ്പോൾ ലെവൽ 3 ആയതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ, ഫിനാൻസ് ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തല്ലോ. ഫിനാൻസ് വരുമ്പോൾ നിങ്ങൾ ഈ ലെവൽ 3 ഒരു സ്റ്റാറ്റസിലേക്കാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൂടുതൽ പൈസ തരണം എന്ന് പറയുക അല്ലാതെ ഇത് ലെവൽ 3 ആയിരിക്കുന്നു അതുകൊണ്ട് 2000 കോടി കൊടുക്കാം, അല്ലെങ്കിൽ 1500 കോടി കൂടുതൽ കൊടുക്കാം, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഇല്ലാത്ത പ്രൊവിഷൻ ചോദിക്കരുത്. അമ്പിളിമാനെ പിടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ കരയുമ്പോൾ അമ്പിളിമാനെ പിടിച്ചു കൊടുക്കാൻ നമ്മൾ പറയും, നമുക്കറിയാം പിടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്ത പ്രൊവിഷൻ ഇപ്പം വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് സോറി, ഞാൻ ആർക്ക് വേണ്ടി മക്കാലത്ത് എടുത്തതല്ല. പ്രൊവിഷൻ ഇല്ലാത്തത് ഉണ്ടാക്കാം, അതിനുവേണ്ടി നമുക്ക് ഡിമാൻഡ് ചെയ്യാം. നമുക്ക് 20 MP പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കട്ടെ. നമുക്ക് കേരളത്തിൽ നിന്ന് പ്രമേയം കൊടുക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ദേശീയ ദുരന്തം മാനദണ്ഡമായി കൊണ്ടുവരണം ഭാവിയിൽ. അത് വന്നാൽ ഇപ്പം കിട്ടത്തില്ല, ഇനി ഭാവിയിലേ കിട്ടത്തുള്ളൂ. ലിസ്റ്റ് ലെവൽ 3 ആയിട്ട് പ്രഖ്യാപിക്കണം. സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവണം. അതിന് യാഡ്സ്റ്റിക് ഉണ്ടാക്കൂ, അതിന് തമ്പറുകൾ ഉണ്ടാക്കൂ, അതിനൊരു ഇൻഡെക്സ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് അത് രാജ്യത്ത് ഉണ്ടാവുന്നത് നല്ലതാണ്, ഉണ്ടാവണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അല്ലാതെ നിലവിലുള്ളത് വെച്ചിട്ട് ഒരു ലെവൽ 3 ഇല്ല, ലെവൽ 2 ഇല്ല, ലെവൽ 4 ഇല്ല. വിദേശങ്ങളിൽ നിന്ന് അങ്ങനെ പൈസ മേടിക്കാൻ എളുപ്പവുമല്ല, നമ്മുടെ നിയമങ്ങൾ വെച്ചിട്ട് എളുപ്പവുമല്ല. മാക്സിമം നമുക്ക് സ്റ്റേറ്റിന് വാങ്ങിക്കാനാണ്, സെൻട്രലിന് വാങ്ങിക്കാം, അന്താരാഷ്ട്ര തലത്തിൽ നിന്നൊക്കെ പൈസ മേടിക്കാം. പല രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മൾ പൈസ വാങ്ങാറുമുണ്ട്. ആ രീതിയിലൊക്കെ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.